ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ, ഹാഫ് വർക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഇതിപ്പോൾ സമയം ഒരു മണി 1:15 ആയിട്ടുണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് 2 ഓർഡർ എനിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ 2 ഓർഡറിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ ഫോട്ടോസും എടുക്കുന്നതും അതേപോലെ ഒരു ഡെലിവറിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ആ വലിയൊരു ഷീറ്റ് ഉണ്ടല്ലോ, ബൊക്കറ്റ് ഷീറ്റ്. ആ ബൊക്കറ്റ് ഷീറ്റ് നമ്മൾ ഇതിപ്പോൾ ഒരു വൈറ്റും അതേപോലെ ബോർഡറിൽ ട്രാൻസ്പെറൻറ്റ് വന്നിട്ട് ഒരു ഗോൾഡൻ ചെറിയ ബോർഡർ വരുന്ന ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ച് എടുത്തിരിക്കുന്നതാണ്. ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് പാറ്റേൺസിനുള്ള ബൊക്കറ്റ് ഷീറ്റൊക്കെ ഷോപ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ആ ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും ആ ഷീറ്റ് ഇരിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ രണ്ടാക്കി ഈക്വലാക്കി മുറിച്ച ശേഷം പിന്നീട് അത് ഒന്നും കൂടി ആ ഈക്വലാക്കി മുറിച്ചത് പിന്നെയും നമ്മളൊന്നും കൂടി മടക്കിയിട്ട് ഈക്വലാക്കി മുറിക്കും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൊക്കറ്റ് ഷീറ്റിൽ നിന്ന് 4 പീസാക്കി ആയിരിക്കും നമ്മളത് കട്ട് ചെയ്ത് ഈക്വൽ ആയിട്ടുള്ള പീസായിരിക്കും കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് 8 കിറ്റ്കാറ്റും ഒരു റെഡ് റോസുമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കിറ്റ്കാറ്റും റെഡ് റോസും നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഈ വുഡൻ സ്റ്റിക്കിലേക്ക് സെക്യൂർ ആക്കി കൊടുക്കുക ചെയ്യണത്. ജസ്റ്റ് ആ കിറ്റ്കാറ്റിൻ്റെ പുറകിൽ നമ്മൾ ആ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതെല്ലാം സെറ്റായിട്ട് ഇരുന്നോളും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ റെഡ് റോസ് ഇത് സെൻറ്റഡ് റെഡ് റോസ് ആട്ടോ. മണം ഉണ്ടാവും ഈ റെഡ് റോസിന്. ഇതിൻ്റെ അറ്റത്തൊരു കുഞ്ഞൊരു പോർഷൻ സ്റ്റെമ്മുണ്ട്. അത് നമ്മൾ ഈ വുഡൻ സ്റ്റിക്കിൻ്റെ അറ്റത്തിങ്ങനെ അറ്റത്തിങ്ങനെ കൂർത്തായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെറിയ പീസ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് മുറുക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഇളകി പോരാതിരിക്കും. ആ പൂ അതിന് ഇളകി പോരത്തില്ല. അങ്ങനെ നമ്മൾ എല്ലാ ചോക്ലേറ്റ്സും പൂവൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒയാസിസിലേക്കാണ് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഒയാസിസിലും തെർമോക്കോളും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒയാസിസാണ് ആദ്യം എടുത്തേക്കുന്നത്. എന്നിട്ട് ഒയാസിസിലേക്ക് നമ്മൾ ഈ ഒരു കൊറിയറൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേപ്പ് ഉണ്ട്. അങ്ങനത്തെ ടേപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സൈഡിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. പൊക്കത്തെ 2 പോർഷൻ നമ്മൾ പൊക്കത്തും താഴെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കില്ല. കാരണം അവിടെ നമുക്ക് ഈ ഒരു കോൽ ഇറക്കി വെക്കാനുള്ളതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യില്ല. നമ്മൾ 2 പ്രാവശ്യം റോൾ ചെയ്യണം, എങ്കിലും മാത്രമേ ആ ഒരു പശ ടേപ്പ് അതിലേക്ക് ഒട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആ പൊക്കത്തെ പോർഷൻ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുന്നത് കുത്താൻ വേണ്ടിയിട്ടാട്ടോ. ഈ ഒരു വുഡൻ സ്റ്റിക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്നും ചെയ്യാത്തത്. ഇനി നമുക്ക് ഈ ഒരു ആദ്യം 4 വെച്ചിരിക്കുന്ന പീസിൽ നിന്ന് ഒരു പീസ് പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ ഈക്വലാക്കി ഇങ്ങനെ 2 സൈഡിൽ നിന്നും ഒരു ബൊക്കയുടെ ഷേപ്പിലേക്ക് നമ്മൾക്ക് അത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ ഒയാസിൻ്റെ പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിൽ 2 രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ആദ്യം തന്നെ ഈ ഒയാസിലോട്ട് മിഠായി സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഈ ഒയാസിൽ ആ ഒരു ടേപ്പ് ഒട്ടിച്ചത് കൊണ്ടിട്ടാണ് നമുക്ക് ഈ ബൊക്കറ്റ് ഷീറ്റ് ആ ഒയാസിലേക്ക് ഒട്ടിക്കാനായിട്ട് എളുപ്പമാവും. കാരണം ഒയാസിലേക്ക് പശ പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് അത് പശ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെല്ലോ ടേപ്പ് ആ കൊറിയർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ കറക്റ്റായിട്ട് ഒട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു ബൊക്കെ ആണോ എന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും അവസാനം ഒരു അടിപൊളി ബൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അടുത്തത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് ഹൈറ്റ് ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് ഒത്തിരി വലിയ ബൊക്കെ വേണ്ട. 250 റുപ്പീസിൻ്റെ ബൊക്കെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഹൈറ്റ് കൂടിയ ബൊക്ക വേണ്ട. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റിക്ക് ഒന്ന് ഒടിച്ച് കറക്റ്റ് സൈസിലാക്കുന്നു. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതേപോലെ എല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഓരോന്നും ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പണി കിട്ടി. വേറൊന്നുമല്ല, ഈ ഒയാസിൻ്റെ താഴെ ഒരു ഹോള് വലുതായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടിട്ട്
ആ ഒയാസിലേക്ക് ഇത് ഇറക്കി വെച്ചപ്പോൾ ഭയങ്കര ലൂസായിപ്പോയി. അപ്പോൾ നമുക്കിത് ലൂസായി കഴിഞ്ഞാൽ ഈ ബൊക്കയിൽ മിഠായി മര്യാദയ്ക്ക് ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ഒയാസിസ് മാറ്റിയിട്ട് തെർമോക്കോൾ 3 പീസ് ഒരുമിച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒറ്റയാക്കിയിട്ട് അതിനകത്തേക്ക് ഈ കിറ്റ്കാറ്റും ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഒരു ബൊക്കയുടെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്ലവർ വന്നുകൊണ്ടാണ് അവിടെ ഈക്വൽ നമ്പറായിട്ട് നമുക്ക് വെക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമുക്ക് 4 വെച്ച് 8 കിറ്റ്കാറ്റ് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്ലവറും കൂടി വെക്കണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ആദ്യത്തെ ലെയറിൽ 3, രണ്ടാമത്തെ ലെയറിൽ 3, മൂന്നാമത്തെ ലെയറിൽ നടുക്ക് ഫ്ലവർ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഭംഗിയാവുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇനിയിപ്പോൾ ഫ്രണ്ട് പോർഷനിലുള്ള ഈ തെർമോക്കോൾ മറക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. കാരണം തെർമോക്കോൾ പുറത്ത് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ തെർമോക്കോൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഷീറ്റ്സ് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഒരൊറ്റ ബൊക്കറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ബൊക്കെ മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് പീസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കളഞ്ഞു. അതിനുശേഷം അടുത്ത ബൊക്കെ ഷീറ്റ് എടുത്തിട്ട് അത് നമ്മളൊന്ന് അത് പിന്നെയും രണ്ടാക്കി മടക്കും. എന്നിട്ട് ഞാൻ ഈ ബോർഡർ കിട്ടുന്ന രീതിയിലാണ് അത് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ബോർഡറുള്ള ടൈപ്പ് ഓഫ് പേപ്പർ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ ബോർഡർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ബോർഡർ വേണോ ആ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈക്വൽ ആക്കി അത് മടക്കി കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ. എന്നിട്ട് ജസ്റ്റ് അതിങ്ങനെ ഒന്ന് നീക്കി കൊടുത്തിട്ട് അത് നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് വെക്കും. ഞാൻ കുറച്ച് കയറ്റി വെക്കുന്നുണ്ട്. കാരണം ആ ബോർഡർ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തെർമോക്കോൾ കാണും. അപ്പോൾ തെർമോക്കോൾ കാണാതിരിക്കാൻ കുറച്ചും കൂടി കയറ്റി ആ ക്രീം പോർഷൻ വെച്ചിട്ട് ആ തെർമോക്കോൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് 2 സൈഡിലും സെക്യൂർ ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇങ്ങനെ വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ ഞാൻ 2 ഷീറ്റ് അതേപോലെ സെറ്റ് ചെയ്തിട്ട് മടക്കിയിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ കോലും കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് കാണാൻ പാടില്ല. അപ്പം അവിടെയും കൂടി നമുക്ക് ബാക്കിയുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് മറക്കണം. ഇപ്പോൾ നമ്മൾ 2 ഷീറ്റാട്ടോ 4 പീസാക്കിയതിൽ 2 ഷീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി 2 ഷീറ്റ് ബാക്കിയുണ്ട്. ആ 3ാമത്തെ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പിന്നെയും ബോർഡറുള്ള പോർഷൻ നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാനത് ആ ഒരു കോല് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ വൈറ്റ് പോർഷൻ മാത്രമൊക്കെ ആയിട്ട് നമുക്ക് കട്ടായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുഞ്ഞു പീസുകൾ വരും. അത് നമ്മൾക്ക് വേണ്ട. കാരണം നമുക്ക് ബോർഡറുള്ള പീസ് കുറച്ചും കൂടി രസം. എന്നിട്ട് ഞാനത് ഇതിപ്പോൾ ബൊക്കെ ഷീറ്റ് ആയതുകൊണ്ട് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 ഷീറ്റ് പീസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതായത് ആ 2 ഷീറ്റ് പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്നിൻ്റെ മുഖത്ത് ഒന്നായിട്ട് ഒട്ടിച്ചിട്ടാണ് ആ ഒരു പോർഷൻ ഞാൻ കംപ്ലീറ്റ്ലി മറച്ചേക്കണത്. അങ്ങനെ ഇത് 2 സൈഡിലും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്തു. അപ്പോൾ ഇതേപോലത്തെ ബൊക്കകളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതേപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ഇന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കും ഇതേപോലത്തെ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അത് ഭംഗി വരുന്ന രീതിയിലാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന ബൊക്കെ ഷീറ്റ് ഇതേപോലത്തെ സെയിം തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഓരോ ബൊക്കെ ഷീറ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതാണോ ഭംഗി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് ഇതിലും മാറ്റി ഇതിനേക്കാളും ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ നിങ്ങൾക്കും പറ്റും. അപ്പം 2 സൈഡിലും ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അത് സെക്യൂർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ അങ്ങനെ 2 ഷീറ്റ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്ത് ഒരെണ്ണം കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൊക്കയുടെ 2 സൈഡിലും കൂടി ഞാൻ ഒരു ചെറിയ ലീവ്സ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഇനി ഒരു ഷീറ്റും കൂടി ഉള്ളത് അത് ഞാൻ ഈക്വലായിട്ട് പിന്നെയും കട്ട് ചെയ്തിട്ട് ഞാൻ അതൊന്ന് നേരത്തെ നമ്മൾ ആദ്യം മടക്കിയ പോലെ തന്നെ ജസ്റ്റ് ഇതിപ്പം ആദ്യം മടക്കിയപ്പോൾ 2 സൈഡിൽ നിന്ന് മടക്കി, ഇതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം മടക്കിയാൽ മതി. എന്നിട്ട് ഞാൻ അവിടെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. അങ്ങനെ ഞാൻ 2 പേപ്പേഴ്സും ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന വഴിയായിട്ട് നമുക്ക് കുറച്ചും കൂടി ബൊക്കെ ഇത്തിരി വലുതാക്കി കിട്ടും. ഇത് ലാസ്റ്റ് പേപ്പറാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ബൊക്കെ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് 1-2 ബൊക്കെ ഷീറ്റ് വെച്ച് ചെയ്തിരിക്കുന്നത്. അല്ല, നമ്മൾ യൂസ് ചെയ്യണതും നമ്മൾ കട്ട് ചെയ്യണതും കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൊക്കെ ഷീറ്റ് വെച്ച് തന്നെ ഒരു അടിപൊളി ബൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെ, ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിത് ബാക്കിയുള്ള ബൊക്കെ ഷീറ്റ്സും കൂടി ആഡ് ചെയ്തിട്ട് വെറും ഒരു ബൊക്കെ ഷീറ്റ് കൊണ്ടിട്ട് നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 250 രൂപ മാത്രമേ ഇതിൻ്റെ വില വരുന്നുള്ളൂ. സോ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ പേജിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ? ഹലോ, അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോയിൽ നമ്മൾ മേക്കിംഗ് വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണിത്. ഇതൊരു കിറ്റ്കാറ്റ് ബൊക്കറ്റാണ്. ഇതിനകത്ത് ഒരു റെഡ് റോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 റുപ്പീസാണ്. സോ ഇതേപോലത്തെ ഗിഫ്റ്റ്സ് വേണമെങ്കിൽ നമ്മുടെ പേജിലേക്ക് മെസ്സേജ് അയക്കാം. താങ്ക് യു.